Hallo, guten Morgen. Hallo, guten Morgen. Guten Morgen. Ja, guten Morgen. Wie geht's? Sehr gut, Mom. Und du? Ja, ich bin gut. Danke. So, നമ്മൾ ഇന്ന് റിവിഷൻ ആയിരുന്നു അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Is it? Yes, ma'am. സോ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നോ നമ്മളെ പോർഷൻസ് എല്ലാം ലൈക്ക് ഗ്രാമാറ്റിക് പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നോ? Yes. Oh, so yes, just a second. I'm sharing the screen. Okay, guys. So yeah. നമ്മുടെ ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ടോപ്പിക്സ്. ഇതല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് പ്രപ്പോസിഷൻ ആൻഡ് ദാറ്റ് ഈസ് ഫിക്സഡ് പ്രപ്പോസിഷൻസ് അതുപോലെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലേ വെറ്റ് അത് നമ്മുടെ ഗ്രാമാറ്റിക് ഒരുപാട് ഗ്രാമറിൽ വരുന്നതല്ല. ഇതിൽ വരുന്ന ഗ്രാമാറ്റിക് പോർഷൻസ് ലൈക്ക് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, മൊഡാൽ വെർബ്സ്, ഇംപറാറ്റീവ്, കൈൻ ആൻഡ് നെസ്റ്റ്, വേവ് ഫ്രാഗൻ, യാനൈൻ ഫ്രാഗൻ, അതുപോലെ തന്നെ ഫോർസ്റ്റലൻ, മൊഡാൽ വെർബൻ, മ്യോസ്റ്റനൻ വേർഡൻ, ട്രെൻബാര വെർബൻ, then the case is nominative, accusative and dative, then personal pronomen, possessive articles, preteritum, perfect. സോ ഇങ്ങനെയുള്ള ഗ്രാമേഴ്സ് വരുന്ന പോർഷൻസിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ്, അതായത് വീണ്ടും നമുക്ക് ഒരു റെപ്പിറ്റേഷൻ വേണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. മാം, അക്യൂസേറ്റീവും ഡേറ്റീവും കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞു തരാമോ? ഓക്കെ, ഷുവർ ഷുവർ. ഓക്കെ, സോ ദ കേസസ് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കഷൻ വേണം ആൻഡ് നമുക്ക് കുറച്ചധികം ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ലൈക്ക് കമ്പയർ ചെയ്തിട്ടും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യാം. Then anything else? Okay, I will ask you. Yes, Sheba. Yes, ma'am. Okay, ഷീബക്ക് ഇത് റിവൈസ് ചെയ്തതിന് ശേഷം ഈ ഒരു A1 ടോപ്പിക്സിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഓർ സ്റ്റക്ക് ആയി പോകുന്ന ടൈപ്പ് ഓഫ് സെന്റൻസസ് പോർഷൻസ് ഏതൊക്കെയാ? കേസസ്. ഓക്കെ, കേസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഏതാ വരുന്നത്? ഇല്ലമ്മ, ഞാൻ അക്യൂസേറ്റീവിന്ന് ഡേറ്റീവിലോട്ട് സെന്റൻസ് എഴുതുമ്പം അവിടെ എനിക്ക് മിഹ്, മിറ ആവോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ പൊസസീവ് പ്രൊനൗൺ ഇതില് കൺഫ്യൂഷൻ. ഇറ്റ്സ് ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു കേസസിലുള്ള കൺഫ്യൂഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പ്രാക്ടീസ് ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു മിഷ്മിർ ഇത് നിങ്ങൾ നമ്മളിത് കംപ്ലീറ്റ്ലി ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് അതായിട്ട് നമ്മളൊന്ന് യൂസ്ഡ് ആവണം. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് പ്രാക്ടീസ് ആവണം. നിങ്ങൾ ഒരു അധിക പേരും ഡ്യൂട്ടീസ് എല്ലാം ഉള്ളവരാണ്. നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കാൻ കുറച്ച് ടൈം കുറവായത് കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ മാക്സിമം ഇതിന് ടൈം കണ്ടെത്തിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പോ നമ്മുടെ കേസസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിലെ വേർബ്സ് ഇപ്പോ കേസ് ഡാറ്റീവ് ആയി കഴിഞ്ഞാലും അക്യൂസാറ്റീവ് ആയി കഴിഞ്ഞാലും ഇതിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഏക വഴി എന്ന് പറയുന്നത് എന്താണ്? അതിലെ പ്രപ്പോസിഷൻസ്, അതിലെ വേർബ്സ്, പേഴ്സണൽ പ്രൊനോമൻസ്, മെയിൻലി പ്രപ്പോസിഷൻസും വേർബ്സും നോക്കിക്കഴിഞ്ഞാല് നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ പ്രപ്പോസിഷൻസ് പഠിക്കുക, വേർബ്സ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു പ്രപ്പോസിഷൻസ്, വേർബ്സ്, പേഴ്സണൽ പ്രൊനോമൻസ് സോറി ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ അത്ര അങ്ങോട്ട് സിമ്പിളും അല്ല. നമ്മൾ പഠിച്ച ടോപ്പിക്സിൽ ഏറ്റവും കുറച്ച് ടഫായിട്ട്, ബിക്കോസ് ഒരുപാട് ഇപ്പം ഒരു സെയിം ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യണം. ഇപ്പൊ ജെൻഡർ ആയാലും പ്രപ്പോസിഷൻസ് ആയാലും വേർബ്സ് ആയാലും എല്ലാം ഒരു സെന്റൻസ് ഇപ്പൊ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സെന്റൻസ് വന്നാൽ ഇതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇത് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. സോ ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോ എങ്ങനെയാ നമ്മൾ സ്പീക്കിങ്ങിൽ ഇത് അപ്ലൈ ചെയ്യാം, റൈറ്റ് എഴുതി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത്രയും ടൈം ആവുന്നുണ്ട്. വേർബ് നോക്കി, പ്രപ്പോസിഷൻ നോക്കി, പേഴ്സണൽ പ്രൊനോമൻസ്
ജെൻഡേഴ്സ് എല്ലാം നോക്കി വരുമ്പോഴത്തേക്കും നമുക്കിത് എഴുതാനേ പറ്റുന്നുണ്ടാവും. സ്പീക്കിംഗ് പെട്ടെന്ന് നടക്കില്ല എന്നുള്ള ഒരു ഫീലിംഗ് വരും നിങ്ങൾക്ക്. അത് ലാക്ക് ഓഫ് പ്രാക്ടീസ്. ഇപ്പൊ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് നിങ്ങളുടെ സ്പീക്കിങ്ങിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രാക്ടീസ് കുറവായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെന്റൻസ് കാണുന്ന ടൈമിൽ, ഒരു സെന്റൻസ് നിങ്ങൾ ചിന്തിച്ചിട്ട് അത് പറയുന്ന ടൈമിൽ ഈ ഒരു ജെൻഡർ, പ്രപ്പോസിഷൻ, വേർബ്സ്, പേഴ്സണൽ പ്രൊനൗമൻസ് ഇതെല്ലാം നമുക്ക് ഈ നോട്ട് മറിച്ചിട്ട് ഇതിൽ നിന്ന് നോക്കിയിട്ട് സംസാരിക്കുക എന്നുള്ള സാധനം പ്രാക്ടിക്കൽ അല്ല. യെസ്. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഒന്നുകൂടെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ വിത്ത് ആക്ടിവിറ്റീസ്, നമുക്ക് കുറച്ചുകൂടെ സെന്റൻസസ് ആക്ടിവിറ്റീസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ മാം. ആൻഡ് അക്ഷയ്, വാട്ട് അബൌട്ട് യു? Akshay, are you there? Okay, Gia P. Augustine. Gia. പേഴ്സണൽ പ്രൊണോമൻ അതിലാണ് ഡൗട്ട് വരുന്നത് കൂടുതൽ. മിഷ്, മിർ, ഈം, ഈൻ ഇതെല്ലാം വരുന്ന ചേഞ്ച് അല്ലേ? ഓക്കെ, നമുക്ക് ഇത് ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. ആൻഡ് ഓക്കെ, കവിത, വാട്ട് അബൌട്ട് യു? ഗ്രാമാറ്റിക്കൽ പോർഷനിലേ ഉള്ളൂ ഇത്തിരി. ഓക്കെ, ഗ്രാമാറ്റിക് പോർഷൻസ്. സോ ഗ്രാമാറ്റിക് പോർഷൻസ് ഏത് ഗ്രാമാറ്റിക് പോർഷനാ ഏറ്റവും ടഫ് ആയിട്ട്? ഒരുപാട് സ്റ്റെക്ക് പറയുന്ന ടൈമില്, എഴുതുന്ന ടൈമിലെല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് ഏത് പോർഷനാണ്? ഈ ഡാറ്റീവ് അക്യൂസേറ്റീവ്. ഓക്കെ, കേസസ് ആണ് അല്ലെ? സോ എല്ലാവർക്കും കേസസ് ആണ് അല്ലെ ബുദ്ധിമുട്ട്. ഓക്കെ, നമുക്ക് കേസസ് ഡിസ്കസ് ചെയ്യാം. ദെൻ ലിജി മാത്യു. Lichi? Yes, what about you? Sorry, it's not audible. Please repeat. Hello? Yes, yes, now you are audible. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് പാർട്ടിസിപ്പൽ ഫോമിൽ ഓക്കെ ഗൈസ്, ആർക്കെങ്കിലും ലിജി പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഫോർ മീ പാർട്ടിസിപ്പ് സോയിഫോ. ഓക്കെ 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 ലിജി, ഫൈൻ ഫൈൻ. നമ്മുടെ പാസ്റ്റ് ആണ് അല്ലേ? ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് ഇടയ്ക്ക് ഇതാകുന്നതാണ്. ഓ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ ഫൈൻ, നോ പ്രോബ്ലം. സോ പാസ്റ്റ് ആണ് അല്ലെ നമ്മുടെ പ്രെറ്റേറിറ്റും ആൻഡ് പെർഫെക്റ്റ് പാർട്ടിസിപ്സും ആയി. ഐ തിങ്ക് ഇതിൽ നിങ്ങൾക്ക് പ്രെറ്റേറിറ്റുമില് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പെർഫെക്റ്റ് പാർട്ടിസിപ്സും ആയി, പാർട്ടിസിപ്സും ആയില് നമ്മുടെ ആ ഒരു പാസ്റ്റ് ഫോംസ്, ഹെൽപ്പിംഗ് വെർബ്സ് എല്ലാം വരുന്നത് കൊണ്ട് അതിൽ വരുന്ന ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഓക്കെ, നമുക്ക് പാർട്ടിസിപ്സും ആയി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും പോർഷൻസ് മതിയോ നിങ്ങൾക്ക്? റെപ്പിറ്റേഷൻ ഇത്രയും പോർഷൻസ് റിപ്പീറ്റ് ചെയ്താൽ മതിയോ? വേറെ ഏതെങ്കിലും ഗ്രാമാറ്റിക് പോർഷൻസ് റെപ്പിറ്റേഷൻ വേണം? ആർട്ടിക്കിൾസ് ഒന്നുകൂടെ. ആർട്ടിക്കിൾസ് ആണോ? ഓക്കെ, ഫൈൻ. സോ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് A1 മാത്രമല്ല A2 പോയി കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾസിന്റെ ബേസിലാണ് ചെയ്യാം. So articles is important. Okay, anything else? Okay. So നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Then yeah, cases, nominative, accusative, datives, പിന്നെ അതുപോലെ personal pronomen. ഇതിൽ നമുക്ക് കുറച്ച് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാം. ആൻഡ് then participes ആയി നമ്മുടെ പാസ്റ്റും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഗൈസ് ഇന്നായിരിക്കും നമ്മുടെ റിവിഷൻ, ലാസ്റ്റ് റിവിഷൻ വരുന്നുണ്ടാവുക. ഇനി നമ്മൾ ഇനിയുള്ള ക്ലാസ്സസിൽ കൂടുതൽ ആക്ടിവിറ്റി ഫോക്കസ്ഡ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഒന്നുകൂടെ നമുക്ക് സ്പീക്കിംഗ് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്, അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സസ് സ്പീക്കിംഗ് ആയിരിക്കും. അതിനുശേഷം നമ്മളൊരു എക്സാം പ്രിപ്പറേഷൻ, നമ്മുടെ ഗോയിത്തെ എക്സാംസ്, ഗോയിത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെറിയൊരു എക്സാം പ്രിപ്പറേഷൻ ആയിരിക്കും വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിന്ന്
വരുന്ന നോട്ട്സ് നോക്കുക. നോട്ട്സിൽ ഏതെങ്കിലും പോർഷൻ ഇത് എങ്ങനെയാ ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ള കൺഫ്യൂഷൻസ് ഓർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ കേട്ടോ. ഇനി മോസ്റ്റ് പ്രോബബ്ലി നമുക്കൊരു 4 to 5 ക്ലാസ്സസേ വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ. Okay. So let me share the screen. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ്ലി ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഫസ്റ്റ് പോർഷൻ ആയിരുന്നു. സോ നമുക്ക് ജർമ്മനിൽ എത്ര ആർട്ടിക്കിൾസ് ആ വരുന്നത്? ഓക്കെ, നിങ്ങളുടെ ഒരു നോളജ് വെച്ച് നിങ്ങൾ ഇതുവരെയും പഠിച്ചത് വെച്ച് എത്ര ആർട്ടിക്കിൾസ് ആ ജർമ്മനിലുള്ള? 3 articles that masculine, feminine. ഓക്കെ, വെയിറ്റ്. നമുക്ക് 7 ആർട്ടിക്കിൾസ് ആണ് കേട്ടോ ജർമ്മനിൽ വരുന്നത്. 7. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ ഇപ്പൊ നിങ്ങളെടുത്ത് എത്ര ആർട്ടിക്കിൾസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എ ആൻഡ് ദ ഇത്രേ നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ ജർമ്മനിലോട്ട് പോകുന്ന ടൈമിൽ നമുക്ക് എത്ര എ വരുന്നുണ്ട്? എ ഓർ ആൻ എത്ര എണ്ണാ വരുന്നത്? einem, einer, 4. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമ്മുടെ ആർട്ടിക്കിൾ ചേഞ്ചിലോട്ട് പോവണ്ട, കേസിലോട്ട് പോവണ്ട. ജസ്റ്റ് നിങ്ങൾ എത്ര എ ഓർ ആൻ ആണ്, ആർട്ടിക്കിൾ ചേഞ്ചസ് ഒന്നും കൊടുക്കാണ്ട് എത്ര എ ഓർ ആൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? 2. Eine. Okay, guys, it's 3. For masculine, it's ein. For neutrum, it's ein. For feminine, it's eine. So, ഇതിന് മൂന്നിനുമായിട്ട് നമ്മൾ 3 ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ട്, എ ഓർ ആൻ. ഇതില് മാസ്കുലിനും ന്യൂട്രലും സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എ ഓർ ആന് 3 എ ഓർ ആന് വരുന്നുണ്ട്, ആർട്ടിക്കിൾ ചേഞ്ച് ഇല്ലാണ്ട്. അതുപോലെ 4 ദ വരുന്നുണ്ട്. 4 ദ ആൻഡ് 3 എ ഓർ ആൻ. 4 ദ 3 എ ഓർ ആൻ. So der. For it's der. Guys, please mute yourself. Someone's mic is making disturbances. In case of doubt, you guys can unmute. Okay. So മെസ്കുലിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ദ എന്നുള്ളത് ഡെർ ആണ്. ഫോർ ന്യൂട്രൽ നമ്മൾ യൂസ് ചെയ്യുന്ന ദ എന്ന് പറയുന്നത് ദസ് ആണ്. ഫോർ ഫെമിനിൻ ഇറ്റ്സ് ഡി. ഫെമിനിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ദ എന്ന് പറയുന്നത് ഡി ആണ്. ആൻഡ് ഫോർ പ്ലൂറൽ ഇറ്റ്സ് ദ. പ്ലൂറലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ദ എന്ന് പറയുന്നതും ഡി ആണ്. സോ ഇതിൽ നമുക്ക് ഫെമിനിനിലും പ്ലൂറലിലും വരുന്ന ആർട്ടിക്കിൾ കാണുന്ന ടൈമിൽ സെയിം ആണ്, ഡി തന്നെയാണ് രണ്ടിലും വരുന്നത്. ആൻഡ് ഫോർ മെസ്കുലിൻ ഇറ്റ്സ് ഡർ. ഫോർ ന്യൂട്രം ഇറ്റ്സ് ഡസ്. സോ നമുക്ക് 4 ദ, അതുപോലെ 3 എ ഓർ ആൻ, 3 എ ഓർ ആനും അതുപോലെ തന്നെ 4 ദാവും ആണ് നമുക്ക് ആർട്ടിക്കിൾ ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് വരുന്ന ആർട്ടിക്കിൾസ്. സോ ആർട്ടിക്കിൾ ചേഞ്ചസ് കേസസിൽ വരുന്ന ആർട്ടിക്കിൾ ചേഞ്ചസ് ഇല്ലാണ്ട് നമുക്ക് ആർട്ടിക്കിൾസ് ഉള്ളത് ജസ്റ്റ് 7 ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. അതില് 4 ദാവും 3 എ ഓർ ആനും ആണ് വരുന്നത്. നമ്മുടെ പ്ലൂറലിൽ നമുക്ക് എന്ത് വരുന്നില്ല? അൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ, ദാറ്റ് ഇസ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമുക്ക് പ്ലൂറലിൽ വരുന്നില്ല. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് അറിയണോ കേട്ടോ. ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക? ഈ ഒരു ടേബിൾ ഫിക്സ് ചെയ്ത് വെക്കുക. മെസ്കുലിൻ എന്താണ്, ന്യൂട്രൽ എന്താണ്, ഫെമിനിൻ എന്താണ്, ഇതിൽ ഡി ആണോ ഐനയാണോ വരുന്നത്, ഇത് നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ആവണം. എന്നാൽ മാത്രമേ ആർട്ടിക്കിൾ ചേഞ്ച് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ,
ഓക്കെ, ഇനി നമ്മള് പറയുന്നത് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ ചേഞ്ചസിനനുസരിച്ച് നമ്മളിപ്പോ നമുക്ക് 3 ജെൻഡേഴ്സ് വരുന്നുണ്ട്, 3 ജെൻഡേഴ്സ് വരുന്നുണ്ട് ജർമ്മൻ ലാംഗ്വേജില്. സോ മെസ്കുലിൻ, നോയ്ട്രൽ, ഫെമിനിൻ ഓർ മെസ്കുലിൻ, ന്യൂട്രം, ഫെമിനിൻ എന്നുള്ള 3 ജെൻഡേഴ്സ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് പ്ലൂരൽ വരുന്നുണ്ട്. അതായത് ഇതെല്ലാം മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിംഗുലർ മാറിയിട്ട് പ്ലൂരൽ ആവും. പ്ലൂരൽ ആവുന്ന ടൈമിൽ ഡി ആണ് എല്ലായ്പ്പോഴും ആർട്ടിക്കിൾ ആയിട്ട് വരിക. ഈ ഒരു ഡി ആർട്ടിക്കിൾ മാത്രമേ നമുക്ക് പ്ലൂരലിന് വരുന്നുള്ളൂ. ഓക്കെ, സോ മെസ്കുലിൻ ഡെർ, നോയ്ട്രം ഡസ്, ഫെമിനിൻ ഡി. ഇത് ഇതുപോലെ തന്നെ മെസ്കുലിൻ ഐൻ ഓർ ആന് വരുന്ന ടൈമിൽ ഐൻ, നോയ്ട്രൽ ഐൻ, ഫെമിനിൻ ഐനെ. സോ ഈ ഒരു 3 ജെൻഡറിന്റെ ബേസിലാണ് നമുക്ക് നൗൺസ് വരുന്നത്. നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നെയിംസ് ലൈക്ക് ബുക്ക്, ബാഗ്, തിങ്സ്, നെയിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു 3 ജെൻഡേഴ്സിന്റെ ബേസിലാണ് വരുന്നത്. സോ പക്ഷെ നമുക്ക് മനസ്സിലാവണം ഇപ്പൊ ഈ ഒരു ജെൻഡർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു സാധനം, ഇപ്പോ എന്തെങ്കിലും ഒരു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ zum Beispiel എ പെൻ, ഒരു പേന എന്നുള്ള സാധനം, ഇതിന്റെ ജെൻഡർ എന്താണ്? അതുപോലെ ഒരു പെൻസിൽ, ഒരു ഷൂ, ഒരു ബാഗ്. സോ ഇങ്ങനെയുള്ള ഏതൊരു നൗണ് വന്നു കഴിഞ്ഞാലും അതിന്റെ ജെൻഡർ എന്തിന്റെ എല്ലാം ബേസിലാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തിന്റെ ബേസിലാണ് നിങ്ങൾ മനസ്സിലാക്കുക? നിങ്ങൾ എങ്ങനെയാ ജെൻഡർ കണ്ടുപിടിക്കുക? ആർട്ടിക്കിളോ? യെസ്, ആർട്ടിക്കിൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഈ ഒരു ആർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 വേസ് ആണുള്ളത്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻഡിങ്സ്, ആ ഒരു നൗണിന്റെ എൻഡിങ്, അവസാനം വരുന്ന ലെറ്റേഴ്സ് വെച്ചിട്ട്, ലെറ്റർ എൻഡിങ്സ് വെച്ചിട്ട് അതിന്റെ ജെൻഡർ കണ്ടുപിടിക്കുക. ഇനി രണ്ടാമത് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിക്ടോഡ് CC, നമ്മുടെ ഡിക്ഷണറിയിൽ അതിന്റെ ജെൻഡർ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡി ആണോ, ഡെർ ആണോ, ഡെസ് ആണോ എന്നുള്ളത് ഡിക്ഷണറി വെച്ചിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് വേ. പക്ഷെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് മെത്തേഡ്, അതായത് ലെറ്റർ എൻഡിങ്സ് വെച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എല്ലാത്തിനും പ്രാക്ടിക്കൽ അല്ല. ഏതൊരു ഇപ്പം ഓൾ നൗൺസിനും ഈ ഒരു സാധനം പ്രാക്ടിക്കൽ അല്ല. കുറച്ച് നൗൺസിന്, അതായത് നമ്മൾ ലെറ്റർ എൻഡിങ്സ് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ലെറ്റർ എൻഡിങ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിൾ ആണ്. ഇപ്പം എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, വന്നു കഴിഞ്ഞാൽ ഫെമിനിൻ ആണ്. സോ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് നമ്മൾ ഈ ഒരു ലെറ്റർ എൻഡിങ്സ് വെച്ച് നമുക്ക് പഠിക്കാം. പക്ഷെ നമുക്ക് ഈ ഒരു ഡിക്ഷണറിയുടെ ഹെൽപ്പ് നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, ഈ ഒരു ഡിക്ഷണറി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിക്ടോഡ് CC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിക്ഷണറി ആയിട്ട്. സോ നമുക്ക് എന്ത് വേണം? ഈ ഒരു രണ്ടും വേണം. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും ഡിക്ഷണറി മാത്രം ഡിക്ഷണറി മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏതൊരു നൗണ് ഫസ്റ്റിൽ പഠിക്കുന്ന ടൈമിലും ഡിക്ഷണറി ഫോളോ ചെയ്യുക. ആ ഒരു നൗണിന് എന്താണോ ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്, ഈ ഒരു ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ല. ഇനി അല്ല, നിങ്ങൾക്ക് ഒന്നുകൂടെ കംഫർട്ടബിൾ ഈ ഒരു ലെറ്റർ എൻഡിങ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ലെറ്റർ എൻഡിങ്സ് പഠിക്കുക. ലെറ്റർ എൻഡിങ്സ് കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ പഠിക്കുന്ന നൗൺസിന് നിങ്ങൾ പഠിക്കാണ്ട് വരുന്ന ലെറ്റർ എൻഡിങ്സ് ആണ്, അതായത് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിൽ ഇല്ലാത്ത ലെറ്റർ എൻഡിങ്സിൽ എൻഡ് ചെയ്യുന്ന നൗൺസ് ഉണ്ടാവില്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിക്ടോഡ് CC നമ്മുടെ ഡിക്ഷണറിയിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിന്റെ ജെൻഡർ വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അത് ഡിക്ടോഡ് CCയിൽ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ജെൻഡർ ബൈ ഹാർട്ട് ചെയ്യുക. ഇപ്പോ പിസ്സ എന്നുള്ള സാധനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിസ്സയുടെ ആർട്ടിക്കിൾ എന്താ? ഫെമിനിൻ. യെസ്, വെരി ഗുഡ്, ഫെമിനിൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഔട്ടോ, കാറിന്റെ ആർട്ടിക്കിൾ എന്താ? ന്യൂട്രൽ. യെസ്, ഇറ്റ്സ് നോയ്ട്രം ഓർ ന്യൂട്രം. സോ നമ്മുടെ ഡസ് ആണ്, ഡസ് ഔട്ടോ എന്നാണ് വരുന്നത്, ഡസ് ഔട്ടോ. അതുപോലെ തന്നെ ഫോർ കമ്പ്യൂട്ടർ എന്താണ്, ഏതാ ജെൻഡർ? മെസ്കുലിൻ ആണ്. സോ ഇതെല്ലാം പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താ, ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. സോ അത് നമ്മൾ കവർ ചെയ്തതാണ്, നമ്മൾ പഠിച്ചതാണ്.
സോ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഒരിക്കലും ഇപ്പോ ഓക്കെ കാറിന് എന്താണ് ജർമ്മൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടോ എന്ന് പറഞ്ഞ് അത് അങ്ങനെ യൂസ്ഡ് ആവരുത്. ഇപ്പൊ കാറിന്റെ ജർമ്മൻ നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് ഡസ് ഔട്ടോ എന്നായിരിക്കണം. ഓക്കെ, ഡസ് ഔട്ടോ. അതുപോലെ പിസ്സ എന്താണ് ജർമ്മനിൽ എന്ന് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡി പിസ്സ എന്നാവണം നിങ്ങളുടെ ആൻസർ. അതായത് നിങ്ങൾ ഏതൊരു നൗണ് നിങ്ങൾ പഠിക്കുന്ന ടൈമിലും അതിന്റെ ആർട്ടിക്കിൾ കൂടെ കൂട്ടിയിട്ട് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതായത് ബിക്കോസ് നമ്മളിപ്പോ A1 നിങ്ങൾ ഇനി ഒരു A2 ഒക്കെ ഏറ്റവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വരുന്ന നൗൺസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ഈ നൗൺസ് എല്ലാം നിങ്ങൾ ഇതുപോലെ ജെൻഡർ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ജെൻഡറിന്റെ ബേസിൽ ചെയ്യുന്ന ഇനിയും A2-ലെല്ലാം അഡ്ജക്റ്റീവ് എൻഡിങ്സ് എന്നൊക്കെ പറയുന്ന പാട്ടെല്ലാം നമ്മൾ ജെൻഡറിന്റെ ബേസിലാണ് ഇത് ചെയ്യുക. അതായത് മെസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ ന്യൂട്രം ആണോ എന്നൊക്കെ നോക്കിയിട്ട്. സോ ഈ ഒരു സാധനം ഇങ്ങനെയുള്ള പോർഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു നൗൺസ് ജർമ്മൻ വേർഡ്സ് പഠിക്കുന്ന ടൈമിൽ ആർട്ടിക്കിൾ ആഡ് ചെയ്ത് പഠിക്കുക. അതൊരിക്കലും എ ഓർ ആൻ ആർട്ടിക്കിൾ ആഡ് ചെയ്യരുത്, അവിടെ മിസ്റ്റേക്ക് വരും. ദ ആർട്ടിക്കിൾ ആഡ് ചെയ്ത് പഠിക്കാം. ദ എന്ന് പറയുന്ന ടൈമിൽ മൂന്നും ഡിഫറെന്റ് ആണ്. ഡർ, ഡസ്, ഡി ഇത് മൂന്നും ഡിഫറെന്റ് ആണ്. പ്ലൂരലിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. പ്ലൂരൽ എന്ന് പറയുന്നത് ഏത് പ്ലൂരൽ വന്നാലും ഡി ആയിരിക്കും. പക്ഷെ ഫെമിനിൻ മെസ്കുലിൻ ന്യൂട്രം ഇത് വന്നിട്ട് ദ ആഡ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? So, മക്കള് ഈ ആർട്ടിക്കിള് നമ്മുടെ എന്താ പറയുന്ന അക്വസാറ്റീവ് ഡാറ്റയിലോട്ട് പോകുമ്പോ പിന്നെ അതിന്റെ ഇത് മാറത്തില്ലേ? യെസ്, പിന്നെയും അതിന്റെ ഇത് മാറുന്നുണ്ട്. സോ നമുക്കിത് അവിടെ ആ ഒരു ചേഞ്ചും വരുമ്പോ അതും നമുക്ക് പഠിക്കണം. ഇപ്പം അവിടെ ആ ഒരു ചേഞ്ച് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇത് അറിയണ്ടേ. ആദ്യം നമുക്ക് ഫെമിനിൻ ആണോ മെസ്കുലിൻ ആണോ ന്യൂട്രം ആണോ അറിയണ്ടേ. എന്നാലല്ലേ ആ ചേഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ ഓക്കെ സോ ഫസ്റ്റില് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചേഞ്ച് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം. എന്നാൽ മാത്രമേ അതിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ അതുപോലെ അതില് ഏതൊരു ഏതൊരു കേസസും ഇപ്പൊ അക്യൂസാറ്റീവില് എല്ലായ്പ്പോഴും ചേഞ്ച് വരുന്നുണ്ടോ? അക്യൂസാറ്റീവിൽ എവിടെയാ ചേഞ്ച് വരുന്നത്? മെസ്കുലിനാ. അക്യൂസാറ്റീവില് മെസ്കുലിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഐൻ ടു ഐനൻ, ഡർ ടു ഡെൻ, ബാക്കിയെല്ലാം സെയിം ആണ് വരുന്നത്. ഓക്കെ, ഡാറ്റീവിലാണ് നമുക്ക് റൈറ്റിംഗ് കേസിൽ വരുമ്പോ നമുക്ക് എങ്ങനെയും ഒപ്പിച്ച് എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് തന്നെ സ്പീക്കിങ്ങിന് വരുമ്പോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്. ഓക്കെ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇത് നമ്മുടെ ആ ഒരു പ്രാക്ടീസ്, ഇപ്പൊ ലാക്ക് ഓഫ് പ്രാക്ടീസിന്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഇപ്പൊ നമുക്കായി കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങൾക്കും എനക്കും വരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 1 hour ആണ്. നമുക്ക് ഒന്നുകൂടെ സ്പീക്കിങ്ങിന് കുറച്ചുകൂടെ ടൈംസും കാര്യങ്ങളൊക്കെ, ഇപ്പൊ നമുക്കൊരു ഓഫ്ലൈൻ സെഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്പീക്കിംഗ് ഇപ്പൊ നിങ്ങളെ സ്പീക്കിംഗ് ഒരുപാട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം കിട്ടുന്നില്ല. നമുക്ക് ആ ഒരു റൈറ്റിംഗ് പാർട്ടേ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം നമുക്ക് വരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാണ് ചെയ്യുന്നത്. ഈ ഹോംവർക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഈ നോട്ട്സ് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് അതെല്ലാം റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോ നിങ്ങള് ഇങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊനൗമൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു പേഴ്സണൽ പ്രൊനൗമൻസ് അതായത് ഇപ്പോ ഈൻ, മിഷ്, മിർ ഇതെല്ലാം നമുക്കൊരു ടേബിൾ ആയിട്ട് വരുന്നതല്ലേ. സോ നിങ്ങൾ ഈ ഒരു ടേബിള് നിങ്ങൾ ഒരുപാട് എപ്പോഴും കാണുന്ന എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് എപ്പോഴും കാണുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മൈൻഡിൽ ഇത് ഫിക്സ് ആവും. സോ ഇത് നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വർക്ക് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്പീക്കിങ്ങിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിലേറെ നമുക്ക് ആ ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ നിങ്ങളുടെ സംസാരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രൊനോമൻസ്, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് പ്രപ്പോസിഷൻ രണ്ടും തമ്മിൽ മാറുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രപ്പോസിഷൻ എല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ ഇപ്പോ എപ്പോഴും കാണുന്ന ഇപ്പോ രാവിലെ എണീച്ചിട്ട് എപ്പോഴും കാണുന്ന ഈ ഒരു വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത് പ്രാക്ടിക്കൽ ആയിട്ട് സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ
സോ എന്റെ സ്റ്റഡി ടൈമിലൊക്കെ ഞാൻ ലൈക്ക് നമ്മുടെ ഫോണിന്റെ വാൾപേപ്പർ ലൈക്ക് നമ്മൾ എപ്പോഴും കാണുന്ന എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പഠിക്കാനുള്ള സ്ട്രെസ് അവിടെ എടുക്കേണ്ടി വരില്ല. നമ്മളിത് കണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് യൂസ്ഡ് ആവും. സോ അങ്ങനെ ആയാൽ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് സ്പീക്കിങ്ങിലായിരിക്കും ഇത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ ഇതിപ്പോ ഏതാണ് ഡാറ്റീവിൽ ഏതാണ് മിഷാണോ മിറാണോ ഈ ഒരു സാധനം ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. സോ ഇത് വിഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഐ ഗസ് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതില് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് ലെറ്റർ എൻഡിങ്സ് വെച്ചിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ വരുന്നത് അങ്ങനെ പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം ഏതൊരു പുതിയ നൗണ് പഠിക്കുന്ന ഏതൊരു പുതിയ നൗണ് നിങ്ങൾ പഠിക്കുന്ന ടൈമിലും അതിന്റെ ആർട്ടിക്കിൾ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് വേണം. ഓക്കെ, ഇത് ഏതാണ് ആർട്ടിക്കിൾ, നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വേണം. ഇത് ഫെമിനിൻ ആണോ മെസ്കുലിൻ ആണോ ന്യൂട്രം ആണോ, അതിനി എന്ത് പഠിച്ചാലും ഏതൊരു സാധനം പുതുതായിട്ട് പഠിച്ചാലും ഇതിന്റെ ജെൻഡർ എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ടൈമിൽ